എല്ലാ പ്രിയപ്പെട്ടവർക്കും ഷാഡോ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ പുതിയൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ഇസ്രയേലിൽ നിന്നും അതുപോലെ തന്നെ ലെബനോനിൽ നിന്നുമുള്ള മീഡിയകളും അതുപോലെ തന്നെ ഒഫീഷ്യൽസും റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ ബെയ്റൂട്ടിലെ ആക്രമണത്തിൽ നസറുള്ള കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്നാണ്. അത് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നസറുള്ള കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണത്. ഇസ്രയേലിൻ്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണത്തിൻ്റെ ഏറ്റവും വലിയൊരു വഴിത്തിരിവാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ തലവനായിരിക്കുന്ന കൊടും ഭീകരവാദി നസറുള്ള കഴിഞ്ഞ ദിവസത്തെ ബെയ്റൂട്ടിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂടെ അലി കരാക്കി എന്ന് പറഞ്ഞ ഹെഡ് ഓഫ് ദ ഹിസ്ബുള്ള സൗത്തേൺ ഫ്രണ്ടിൻ്റെ കമാൻഡറും അവിടെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. നസറുള്ളയുടെ കൂടെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയുവാൻ സാധിച്ചത്. ഈ കരാക്കിയാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. അദ്ദേഹവും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് അറിയുവാൻ സാധിച്ചത്. കൂടെ 6 ഇറാനിയൻ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ അവരുടെ മിലിറ്ററിയുടെ ചില പ്രധാനപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നുവെന്നാണ് അറിയുവാൻ സാധിച്ചത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കടന്നു വരുന്നതേ ഉള്ളൂ. എങ്കിലും ഒരു കാര്യം വളരെ ഒഫീഷ്യലായിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ അറിയുവാൻ സാധിച്ചത് നസറുള്ള കൊല്ലപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ കരാക്കി കൂടെ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോഴേ സിറിയയിലെ പല ഭാഗങ്ങളിലും നസറുള്ളയുടെ കൊലപാതകത്തിൽ സന്തോഷം പൂണ്ട് അവിടെ സ്വീറ്റുകളൊക്കെ കൊടുക്കുന്നതും അവർ സന്തോഷം പങ്കിടുന്നതും പാട്ടുകൾ പാടി തെരുവുകളിൽ ഇറങ്ങി ആഘോഷിക്കുന്നതും ഒക്കെ നമുക്ക് ഇപ്പോഴേ പുറത്തു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ സിറിയയിലെ പ്രസിഡൻ്റായിരിക്കുന്ന അസദുമായിട്ട് ചേർന്ന് ഹിസ്ബുള്ള അവിടെ അസദിനെ എതിർത്തിരുന്ന ആളുകളെയൊക്കെ കൂട്ടക്കൊല ചെയ്തതൊക്കെ നമുക്ക് കഴിഞ്ഞ നാളുകളിൽ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നസറുള്ളയുടെ കൊലപാതകം വലിയ ആഘോഷമായിട്ട് സിറിയയിൽ ആഘോഷിക്കുകയാണ്. അതുപോലെ ലെബനോൻ്റെ ചില ഭാഗങ്ങളിലും വലിയ ആഘോഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് കടന്നു വന്നിരിക്കുന്നത് അറബ് ചാനൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബെയ്റൂട്ടിലെ ബഹ്മാൻ ഹോസ്പിറ്റലിൽ നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകുവാൻ ഇസ്രയേൽ അറിയിച്ചിരിക്കുകയാണ്. അവിടെയുള്ള രോഗികളെയും മറ്റ് എല്ലാ ആളുകളെയും അവിടെ ഇവാക്യുവേറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് ഈ IDFന് അല്ലെങ്കിൽ ഇസ്രയേൽ ഇൻ്റലിജൻസിന് അവിടെ ഏതോ ഉന്നതനായിട്ടുള്ള ഭീകരവാദി അവിടെ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള, ആ ഹോസ്പിറ്റലിന് ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻ്റലിജൻസ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രകാരമാണ് അവിടെ നിന്നും ആളുകളെ മാറ്റി അവിടെ ഒരു അറ്റാക്ക് നടത്തുവാൻ വേണ്ടി, ആളെ പിടിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ കൊന്നുകളയുവാൻ വേണ്ടിയാണുള്ള അതിനുവേണ്ടിയുള്ളതായിട്ടുള്ള ഒരു ഇവാക്വേഷനാണ് അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമുക്കറിയേണ്ടത് ഒന്ന് മാത്രമാണ്, ആരാണ് അവിടെ ഒളിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ നമുക്ക് ആ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തുതന്നെയായാലും മിഡിൽ ഈസ്റ്റ് വളരെ സംഘർഷഭരിതമായിട്ടുള്ള സമയത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഹിസ്ബുള്ള, നമ്മൾ ഓർക്കുന്നത് പോലെ തന്നെ ഹിസ്ബുള്ളയുടെ തലവൻ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഹിസ്ബുള്ള ആകെ ഇപ്പോൾ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് ചെന്ന് വീണിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോഴേ ഞാൻ ഈ വാർത്തകളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുകയായിരുന്നു, ഈ ഒരു ചെറിയ ഇസ്രയേൽ എന്ന് പറഞ്ഞ ചെറിയൊരു രാജ്യത്തിന് ഇത് എങ്ങനെ സാധിക്കുന്നു, ഇത്രയും വലിയ ശത്രുക്കളുമായിട്ടൊക്കെ ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഈ വലിയ വിജയങ്ങളും ഒക്കെ നേടുവാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതൊരു വലിയ അത്ഭുതമായിട്ട് തന്നെ ഈ രാജ്യം നിൽക്കുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റുള്ള രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഇസ്രയേലിൻ്റെ ഓരോ നടപടികളും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയ്ക്ക് പോലും സാധിക്കാത്തതായിട്ടുള്ള രീതിയിലുള്ള ആക്രമണങ്ങളും സ്ട്രാറ്റജിക് സ്ട്രൈക്കുകളും ഒക്കെയാണ് ഇപ്പോൾ ഇസ്രയേൽ ലോകത്തിന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുതന്നെയായാലും വരും ദിവസങ്ങളിലെ, വരും മണിക്കൂറുകളിലെ വളരെ ആകാംക്ഷയോടുകൂടിയാണ് ലോകം കാത്തിരിക്കുന്നത്. ഇനി എന്താണ് അടുത്തത് ഇസ്രയേലിൻ്റെ സ്റ്റെപ്പ് എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ പുതിയ അപ്ഡേറ്റ്സും ആയിട്ട് കടന്നു വരുന്നതായിരിക്കും. അതുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.